അത്രയ്ക്കും ഉണ്ട്, കുറേ ഉണ്ട് കേട്ടോ നമ്മൾ കട്ട് ചെയ്ത് വന്നപ്പോഴത്തേക്കും. അങ്ങനെ ഞാൻ പിന്നെ അതിലോട്ട് വെള്ളം ഒഴിച്ചിട്ട് കഴുകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കപ്പ എടുത്ത് നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പാലും വെള്ളം പോലത്തെ ഒരു ഇതാണ് കിട്ടുക. അപ്പോൾ അത്രയ്ക്കും അതിങ്ങനെ നന്നായിട്ട് കഴുകണം. അപ്പോൾ ഞാൻ കുറേ തവണ കഴുകി, എന്നിട്ട് അവസാനം നമ്മുടെ വെള്ളത്തിൻ്റെ ആ ഒരു കളർ തന്നെ വരുന്നത് വരെയും ഞാൻ കഴുകിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ആദ്യം കഴുകുമ്പോൾ പാലും വെള്ളം പോലെയാണ് കിട്ടുക. പിന്നെ ഞാൻ അങ്ങനെ വെള്ളത്തിൻ്റെ കളർ വരുന്നത് വരെയും കഴുകിക്കൊണ്ടേ ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം നമ്മളൊരു കപ്പ് എന്തെങ്കിലും എടുത്തിട്ട് അതിൽ വെള്ളം എടുത്ത് വയ്ക്കാം. അതിന് ശേഷം അതിലോട്ട് ഉപ്പും അതേപോലെ തന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ ആ കാണിച്ചിട്ടുള്ള ആ ഒരു പാത്രം നമ്മളെന്തോ മീഷോന്ന് മേമ മേടിച്ചു തന്നതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കാം, വേണ്ടവർക്ക് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് മേടിക്കാമല്ലോ. അപ്പോൾ അത് നല്ല യൂസ്ഫുള്ളാണ്. അതിൽ ഒരു 4 മറ്റേ കമ്പാർട്ട്മെൻറ്റാണുള്ളത്. അപ്പോൾ ഞങ്ങളതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും മല്ലിപ്പൊടി അങ്ങനെയൊക്കെയാണ് ഇട്ട് വെച്ചെടുക്കുന്നത്. അത് പരസ്പരം മിക്സ് ആവുമൊന്നുമില്ല കേട്ടോ, കാരണം അതിലെന്തൊക്കെയോ കമ്പാർട്ട്മെൻറ്റ് സ്പ്ലിറ്റ് ചെയ്യുന്ന എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. അതൊക്കെ നല്ല അടിപൊളിയാണ്, നല്ല ക്വാളിറ്റിയാണ്. അപ്പോൾ ഞാൻ എന്തായാലും അതിൻ്റെ ലിങ്ക് ടാഗ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കട്ടെ കേട്ടോ. ഇങ്ങനെ പിന്നെ നമ്മൾ നമ്മുടെ സ്റ്റൗ കത്തിച്ച് നമ്മുടെ പാന് നമ്മുടെ അടുപ്പത്തോട്ട് വയ്ക്കുക. അതിന് ശേഷം നമ്മൾ അതിലോട്ട് എണ്ണ ഒഴിച്ചിട്ട് ഓയിലോ വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും ഒഴിക്കുക. അത് ഒഴിച്ചതിന് ശേഷം നമ്മൾ അതിലോട്ട് ഈ ഒരു കപ്പേൻ്റെ ഇതിട്ടിട്ട് നമ്മൾ നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് കപ്പ കരിയാണ്ടൊന്ന് സൂക്ഷിക്കുക. പക്ഷേ എൻ്റെ കുറച്ചൊക്കെ കരിഞ്ഞിട്ടുണ്ട്. എന്തായാലും ടേസ്റ്റ് വൈസ് അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ ഒന്ന് കമൻറ്റ് ഇടുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.